ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂള് മറ്റേ മിസ് എടുക്കും. ഇത് സെക്കൻഡ് മൊഡ്യൂള്. ഓക്കെ, വെക്റ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കൂടി കലരരുത്. ഇത് മറ്റേ ഭാഗത്തുനിന്ന് എഴുതി തുടങ്ങിയാൽ മതി. ഓക്കെ, രണ്ട് ഭാഗത്തുനിന്നായിട്ട് എഴുതാം. അപ്പോൾ മൊഡ്യൂൾ 2 വെക്റ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. ദെൻ ആദ്യം തന്നെ നമുക്ക് അറിയുന്നതാണ്, നിങ്ങൾ ബേസിക് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്കേലാർ ആൻഡ് വെക്റ്റർ. സ്കേലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. നിങ്ങൾക്ക് പഠിച്ച കാര്യം തന്നെയാണ്, ഒന്നുകൂടി ശ്രദ്ധിച്ചോളും. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുന്നുണ്ടാവും ഫിസിക്കൽ ക്വാണ്ടിറ്റി. അളക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏത് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയും നമ്മൾ എന്താ പറയുക, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഇല്ലാതെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മാസ് അളന്ന് വിചാരിക്കുക, 5 കിലോഗ്രാം. അപ്പോൾ 5 എന്നുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. നീളം അളന്ന് 10 മീറ്റർ. അപ്പോൾ 10 മീറ്റർ എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ ടൈം 10 PM അല്ലെങ്കിൽ 10 AM എന്ന് പറയുമ്പോൾ ആ 10 എന്താണ്, അല്ലെങ്കിൽ 10 അവർ അല്ലെങ്കിൽ 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഇല്ലാതെ എന്തുണ്ടാവില്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റികൾക്കും എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പം ഞാൻ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഇല്ലേന്ന്, അതനുസരിച്ച് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതാണെന്ത്, സ്കേലാർ ആൻഡ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അവയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇനി ഉണ്ടോ എന്ന് നോക്കണ്ട, കാരണം എല്ലാ ക്വാണ്ടിറ്റികൾക്കും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. എന്തുണ്ടാവില്ല, സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല, ഡയറക്ഷൻ ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളാണ് ലെങ്ത്ത്, മാസ്, ടൈം. ഇപ്പോൾ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് അതിനെന്തുണ്ടാവില്ല, ഡയറക്ഷൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ മാസ് നോക്കുമ്പോൾ അതിനെന്തില്ല, ഡയറക്ഷൻ വേണ്ട. ടൈമിൻ്റെ കൂടെ എന്ത് വേണ്ട, ഡയറക്ഷൻ വേണ്ട. ഓക്കെ, ദെൻ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണ്, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പഠിക്കും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്താണ്, ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ലെങ്ത്ത് ആ വിഭാഗത്തിലാണെങ്കിലും സാധാരണ നമ്മൾ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, നീളം എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തുണ്ടാവില്ല, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ എടുത്ത് പറയുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അവയ്ക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ഫോഴ്സ്. അപ്പോൾ വെലോസിറ്റിക്ക് ആണെങ്കിലും ഡയറക്ഷൻ ഉണ്ടാവും, ഫോഴ്സിനാണെങ്കിലും എന്തുണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവയൊക്കെ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ വെക്റ്ററിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, ഒരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ AB എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ കാണാനുണ്ട് അല്ലേ, കുറച്ച് നീളം കൂടിയ ഒരു ആരോ. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, A മുതൽ B വരെ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് അതിൻ്റെ എൻഡത്തെ ആരോ കാണിക്കുന്നത്, A to B. ഓക്കെ, അപ്പോൾ വെക്റ്റർ ആകുമ്പോൾ എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ A മുതൽ B വരെയുള്ള ദൂരമില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ആ ലെങ്ത്തില്ലേ, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വെക്റ്ററിനെ നമ്മളിങ്ങനെ പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്.
എ മുതൽ ബി വരെ നമ്മൾ ആരോ ഇട്ടിട്ട് ഒരു ലൈന് കാണിച്ചിട്ടുണ്ട് പിക്ചറിൽ. അപ്പോൾ എ ടു ബി ലെങ്ത്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എ മുതൽ ബി വരെയുള്ള ദൂരം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആ എൻഡ് ബി എന്നുള്ള എൻഡിൽ കാണുന്ന ആരോ അതിൻ്റെ എന്തിനും കാണിക്കുന്നു, ഡയറക്ഷനും കാണിക്കുന്നു. അപ്പോൾ ഒരു എ ബി എന്താണ് ഇവിടെ? എ ബി ഒരു വെക്ടറാണ്. അപ്പോൾ എ ബി ഒരു വെക്ടറാണെന്ന് സൂചിപ്പിക്കുന്നത് എ ബിൻ്റെ മുകളിലൊരു ചെറിയ ആരോ ഇട്ടിട്ടാണ്. കണ്ടില്ലേ? എ ബി മുകളിലൊരു വെക്ടറിൻ്റെ ചിഹ്നം. ഇനി എ ഒരു വെക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യുക? എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ മതി, ഒരു ആരോ എന്നുള്ള ചിഹ്നം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് വെക്ടർ എ ബി ഈസ് എ എന്നാണ് വെക്ടർ തുടങ്ങുന്നത്. ആൻഡ് ടെർമിനൽ പോയിന്റ് ഈസ് ബി. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ബിയിലാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഈസ് ലെങ്ത് ഓഫ് എ ബി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബിൻ്റെ ലെങ്ത്താണ്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം എ ടു ബി. അതിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് ഏത് മുതൽ ഏത് വരെയാണ്? എ മുതൽ ബി വരെയാണ്. അങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടർ നടത്തുന്നത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എ എന്നുള്ള പോയിന്റ് മുതൽ ബി വരെ ഉള്ളത് കാണിച്ചിട്ടുള്ളത് ഒരു വെക്ടറിനെയാണ്. ഓക്കെ, എ എന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ബിയിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വെക്ടർ. അതിൻ്റെ മൊത്തം നീളം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആ ആരോ എൻഡ് അതിൻ്റെ ഡയറക്ഷനെയും കാണിക്കുന്നു. അപ്പോൾ എ ബി എന്താണ്? ഒരു വെക്ടറാണ്. അപ്പോൾ എ ബി ഒരു വെക്ടറാണെന്ന് സൂചിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? എ ബിയുടെ മുകളിൽ ഒരു വെക്ടറിൻ്റെ ചിഹ്നം ഇടുന്നു. ഇനി പി ഒരു വെക്ടറാണെങ്കിൽ പിൻ്റെ മുകളിൽ ആ ചിഹ്നം ഇട്ടാൽ മതി. ക്യൂ ഒരു വെക്ടറാണെങ്കിൽ ക്യൂവിൻ്റെ മുകളിൽ ആ ചിഹ്നം ഇടുക. അപ്പോൾ എന്താവും? ക്യൂ ഈസ് എ വെക്ടർ, അല്ലെങ്കിൽ പി ഈസ് എ വെക്ടർ. ഇനി ഈ എ എന്നുള്ള ഭാഗം എന്താണ്? അതിൻ്റെ ടെയിലും ബി എന്നുള്ള ഭാഗം അതിൻ്റെ ഹെഡുമാണ്. അപ്പോൾ ആരോ എൻഡിനെ നമ്മൾ എന്ത് പറയുന്നു? ഹെഡ് എന്നും ആ ലൈനിൻ്റെ ഈ എ എന്നുള്ള പോയിൻറ്റിൻ്റെ എൻഡിനെ നമ്മൾ എന്ത് പറയുന്നു? അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു? ടെയിലെന്നും പറയുന്നു. അപ്പോൾ ഒരു വെക്ടറിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡ് എന്ന് പറയുന്നത് ആരോ എൻഡിനെയും മറ്റു ഭാഗത്തിന് എന്ത് പറയുന്നു? ടെയിലെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള വെക്ടറിൻ്റെ ടെയിൽ ഭാഗം എന്ന് പറയുന്നത് എയും ഹെഡ് ഭാഗം ഏതാണ്? ബിയും ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ദെൻ നെക്സ്റ്റ് വൺ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ അതെന്താ പറയുന്നതിൻ്റെ മുന്നേ ആ തന്നിട്ടുള്ള പിക്ചർ ശ്രദ്ധിച്ച് നോക്കുക. പി ആൻഡ് ക്യു ആർ ടു വെക്ടേഴ്സ്. അപ്പോൾ എ എന്നുള്ള പിക്ചർ നോക്കിയാൽ മതി. പി എന്നുള്ളത് ഒരു വെക്ടറാണ്, ക്യൂ എന്നുള്ളൊരു വെക്ടറാണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യാൻ പോവാണ്, പി എന്നുള്ള വെക്ടറിനെയും ക്യൂ എന്നുള്ള വെക്ടറിനെയും. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡിലാണ്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ ട്രയാങ്കിൾ നമുക്കറിയാം, ത്രികോണത്തിന് എത്ര സൈഡ് ഉണ്ടാവും? 3 സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പി എന്നുള്ള ആ വെക്ടറിൻ്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് ക്യൂ എന്നുള്ള വെക്ടറിൻ്റെ ടെയിലാണ്ട് വെക്കുക. ഇനി പിക്ചർ ബി ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പി എന്നുള്ള വെക്ടറിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ക്യൂ എന്നുള്ള വെക്ടർ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എ ബി സി എന്നുള്ള പോർഷൻ കിട്ടും. എ ബി സി എന്നുള്ള പോർഷൻ കണ്ടില്ലേ? പീൻ്റെ ഹെഡിൽ എന്ത് വന്നു? ക്യൂവിൻ്റെ ടെയില്. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായിട്ടുണ്ടാവും. എ ബി, അതായത് പിയും ക്യൂവും ചേരുന്ന ഭാഗം. ഓക്കെ, ഇനി എ സി എന്നുള്ള ഭാഗമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും വന്നു കഴിഞ്ഞാൽ, അതായത് പിയും ക്യൂവും എടുക്കുന്നത് ഒരേ ഓർഡറിലാണ്. അതായത് പീൻ്റെ ഹെഡിൽ വന്നിട്ട് സീൻ്റെ ടെയിൽ ജോയിൻ ചെയ്തു. അതായത് പിയും ക്യൂവും ഇപ്പോൾ കിടക്കുന്നത് ഒരേ ഓർഡറിലാണ്. പീൻ്റെ തലയിൽ നിന്നാണ് ക്യൂവിൻ്റെ വാല് തുടങ്ങുന്നത്. അപ്പോൾ പിയും ക്യൂവും ഒരേ ഓർഡറിലാണ്. ആരോ മാർക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരേ ഓർഡറിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവാൻ നിങ്ങൾ വരയ്ക്കുന്ന മൂന്നാമത്തെ സൈഡ് ഏത് ഓർഡറിൽ വരയ്ക്കണം? റിവേഴ്സ് ഓർഡറിൽ. ഓക്കെ, ഏത് ഓർഡറിലാണ്? റിവേഴ്സ് ഓർഡറിൽ. അതായത് പിക്കും ക്യൂവിനും റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കുകയാണെങ്കിൽ അത് പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഒന്നും കൂടി നോക്കുക. പി ആൻഡ് ക്യൂ ആർ ടു വെക്ടേഴ്സ്.
ഓക്കെ, റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ ഒരേ ഓർഡറിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡ്, അതായത് എ സി എന്നുള്ള ഈ സൈഡ്, അപ്പോൾ എ സി വരയ്ക്കുമ്പോൾ ആരോ വരയ്ക്കേണ്ടത് സിയിലോട്ടാണ് ആരോ. ഓക്കെ, എ സിൻ്റെ ഹെഡ് വരേണ്ടത് സിയിലാണ്. അപ്പോൾ അവിടെ രണ്ട് ആരോ വന്നുകൊണ്ട് അത് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാത്തതാണ്. അപ്പോൾ ആരോ വരുന്നത്, അതായത് എ സിൻ്റെ ആരോ വരുന്നത് സി എന്നുള്ള പോയിന്റിലോട്ടാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വരയ്ക്കണം. എ ടു ബി, പിന്നെ ബി ടു സി, പിന്നെ സി ടു എ അല്ല വരയ്ക്കുന്നത്, എ ടു സി ആണ്. എ ടു സി. അപ്പോൾ എന്ന് സിയിലോട്ടാണ് ആരോ എൻഡ് വരേണ്ടത് സിയിലാണ്. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും? പിൻ്റെയും ക്യൂവിൻ്റെയും വെക്റ്റർ സം ആയിരിക്കും. പിൻ്റെയും ക്യൂവിൻ്റെയും വെക്റ്റർ സം, അതായത് പി പ്ലസ് ക്യൂ ആയിരിക്കും ഏത്? എ സി എന്നുള്ള സൈഡ്. പക്ഷേ ഏത് ഓർഡറിലായിരിക്കും? റിവേഴ്സ് ഓർഡറിലായിരിക്കും. അതായത് എ ബിക്കും ബി സിക്കും റിവേഴ്സ് ആയിട്ട് നിങ്ങൾ എ സി വരയ്ക്കുമ്പോൾ ആ എ സി എന്തിന് ഈക്വലായിരിക്കും? പി പ്ലസ് ക്യൂവിന് ഈക്വലായിരിക്കും. ഓക്കെ, ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പം മനസ്സിലാവും. ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡിഷൻ ആണ്. ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ. രണ്ട് വെക്റ്ററുകൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഒരേ ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദെയർ വെക്റ്റർ സം ഈസ്, അവയുടെ വെക്റ്റർ സം ഈസ് റെപ്രസെൻറ്റഡ് ബൈ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ റിവേഴ്സ് ഓർഡർ. അവയുടെ വെക്റ്റർ സം ഏതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? തേർഡ് സൈഡ്. ഏത് ഓർഡറിൽ? റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ ആ റിവേഴ്സ് ഓർഡർ കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പി വരയ്ക്കുമ്പോൾ നോക്കിക്കോളൂ, ആരോ എൻഡ് ബിയിലോട്ടാണ്. ദെൻ ക്യൂ വരയ്ക്കുമ്പോൾ ആരോ എൻഡ് സിയിലോട്ടാണ്. അപ്പോൾ എ സി എന്ന് വരയ്ക്കുമ്പോൾ അവിടെ ആരോ എൻഡ് എങ്ങോട്ട് തന്നെ വരണം? സിയിലോട്ട് തന്നെ വരണം. ഓക്കെ, അതാണ് റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ഡെഫിനിഷൻ പറയാം. ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ ദെൻ ദെയർ വെക്റ്റർ സം ഈസ് റെപ്രസെൻറ്റഡ് ബൈ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ റിവേഴ്സ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു, ആർ എന്ന് പറഞ്ഞാൽ പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് കാണിക്കുന്ന ആറാണ്. റിസൾട്ടൻ്റ് എന്നാണ് ഇവിടെ വെക്റ്റർ സം എന്ന് പറയുന്നത്. എന്തിന് ഈക്വലാണ്? പി പ്ലസ് ക്യൂ. അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ എ സിയിൽ വരയ്ക്കുന്ന ആ എ സി എന്നുള്ള ലൈനിൻ്റെ ആരോ എൻഡ് സിയിലോട്ടാണ് വരുന്ന രീതിയിൽ വേണം നോട്ടിൽ പിക്ചർ വരയ്ക്കേണ്ടത്. ഓക്കെ, that is the triangle of vector addition. Then next one is concurrent forces. Concurrent forces. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, കൺകറൻറ്റ് ഫോഴ്സസ് ഒരു പോയിൻ്റ് ഉണ്ട്, ഓ എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളാണ് F1, F2, F3, F4 ആൻഡ് F5. 5 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫോഴ്സുകളുടെ ലൈൻസ് ഓഫ് ആക്ഷനാണ് ആ കാണിച്ചിട്ടുള്ളത്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനുകൾ. അപ്പോൾ ഈ 5 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഒരേ പോയിന്റിലാണ്. അപ്പോൾ ഈ 5 ഫോഴ്സുകളെയും നമുക്ക് എന്ത് പറയാം? കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ നമുക്ക് എന്ത് പറയാം? കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പോൾ അത് 5 എണ്ണം ആവണമെന്നൊന്നുമില്ല, 2 എണ്ണം ആണെങ്കിലും ഒരേ പോയിന്റിൽ ആക്ട് ചെയ്താൽ മതി. 3 എണ്ണം ആണെങ്കിലും 4 എണ്ണമാണെങ്കിലും എത്ര ആണെങ്കിലും ഒരേ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമുക്ക് എന്ത് പറയാം? കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയാം. ഇഫ് ദ ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ കോമൺ പോയിന്റ് ദെൻ ദേ ആർ കാൾഡ് കൺകറൻറ്റ് ഫോഴ്സസ്. ഓക്കെ, കൺകറൻറ്റ് ഫോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിസൾട്ടൻറ്റ്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പിക്ചർ നോക്കിക്കോളും, 3 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, ഫോഴ്സ് ബലം. അപ്പോൾ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ 2 വെക്റ്ററുകളാണ് ഏതൊക്കെ? 3 ന്യൂട്ടണും 4 ന്യൂട്ടണും. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഓ എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ അത് കൺകറൻറ്റ് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഓ എന്നുള്ള പോയിന്റിൽ ഒരു കല്ലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതുമായി 2 കയറ് കെട്ടിയിട്ട് ഈ 3 ന്യൂട്ടൺ എന്നുള്ള ഡയറക്ഷനിലും വലിക്കുന്നു, 4 ന്യൂട്ടൺ എന്നുള്ള ഡയറക്ഷനിലും വലിക്കുന്നു.
അപ്പോൾ ആ കല്ല് മൂവ് ചെയ്യുന്നത് 3 ന്യൂട്ടൻ്റെ ഡയറക്ഷനിലും ആയിരിക്കില്ല, 4 ന്യൂട്ടൻ്റെ ഡയറക്ഷനിലും ആയിരിക്കില്ല. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആ 5 ന്യൂട്ടൺ എന്നുള്ള ആ പച്ച ലൈനിൻ്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ആ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 3 ന്യൂട്ടൻ്റെയും 4 ന്യൂട്ടൻ്റെയും എഫക്റ്റീവ് ഫോഴ്സാണ്. ഓക്കെ, അതായത് 3 ന്യൂട്ടൺ എന്നുള്ള, അതായത് ഈ ഒരു വെക്ടറിൻ്റെയും 4 ന്യൂട്ടൺ എന്നുള്ള വെക്ടറിൻ്റെയും എഫക്റ്റ് ആണെന്ത് 5 ന്യൂട്ടൺ. ഓക്കെ, അല്ലെങ്കിൽ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ, ഈ പിക്ചറത്തെ കാര്യമാണ് പറയുന്നത്, 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ അവിടെ 5 ന്യൂട്ടൺ എന്ന് കാണിക്കുന്നത് എന്താണ്, അവയുടെ എഫക്റ്റാണ്. ഓക്കെ, അല്ലാതെ 3 ന്യൂട്ടൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ഞാൻ കല്ലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ, കല്ല് മുകളിലോട്ട് വലിക്കും, ഈ സൈഡിലോട്ട് വലിക്കും ചെയ്യാമെന്ന് വിചാരിക്കുക. കല്ല് മുകളിലോട്ടും അല്ല പോവുക, സൈഡിലോട്ടും അല്ല പോവുക, എങ്ങോട്ടാണ് പോവുക, 5 ന്യൂട്ടൻ്റെ ആ ഡയറക്ഷനിലോട്ടാവും മൂവ് ചെയ്യുക. അപ്പോൾ ആ 5 ന്യൂട്ടണാണ് നമ്മൾ എന്ത് പറയുക, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ്. അപ്പോൾ എന്താണ് റിസൾട്ടൻ്റ് എന്ന് നോക്കാം. ഈ 3 ന്യൂട്ടൻ്റെയും 4 ന്യൂട്ടൻ്റെയും എഫക്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ഒറ്റ ഫോഴ്സായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ആ ഒറ്റ ഫോഴ്സാണ് ഏത്, 5 ന്യൂട്ടൺ. ആ 5 ന്യൂട്ടണാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ്. എന്താണ് റിസൾട്ടൻ്റ്? അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ റിസൾട്ടൻ്റ്? The resultant of a number of forces is the single force which alone produces the same effect. The resultant of a number of forces. അപ്പോൾ എത്ര വേണമെങ്കിലും ആവാം, 2 അല്ല, അപ്പോൾ ഇവിടെ 2 ഉള്ളൂ പറഞ്ഞിട്ടുള്ള, എത്ര ഫോഴ്സ് വേണമെങ്കിലും ആവാം. ഒന്നിൽ കൂടുതൽ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സിംഗിൾ ഫോഴ്സ്. എന്താണ്, അതൊരു സിംഗിൾ ഫോഴ്സാണ്, വിച്ച് അലോൺ പ്രൊഡ്യൂസേഴ്സ് ദ സെയിം എഫക്റ്റ്. അതായത് ഇവിടെ 3 ന്യൂട്ടൻ്റെയും 4 ന്യൂട്ടൻ്റെയും എഫക്റ്റ് കാണിക്കുന്നത് ഏതാണ്, ഒരു സിംഗിൾ ഫോഴ്സായ 5 ന്യൂട്ടണാണ്. ഓക്കെ, ആ സെയിം എഫക്റ്റ് കാണിക്കുന്ന ആ ഒറ്റ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ്. അപ്പോൾ ദ റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഈസ് ദ സിംഗിൾ ഫോഴ്സ് വിച്ച് അലോൺ പ്രൊഡ്യൂസസ് ദ സെയിം എഫക്റ്റ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സുകളുടെ എഫക്റ്റ് കാണിക്കുന്ന സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇക്വിലിബ്രൻ. ഓക്കെ, ഇക്വിലിബ്രൻ. അപ്പോൾ ഇക്വിലിബ്രൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം റിസൾട്ടൻ്റ് അറിയണം. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകളുടെ എഫക്റ്റ് കാണിക്കുന്ന സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഒരു പോയിന്റ് കണ്ടില്ലേ, F1 F2 ആൻഡ് F3 എന്നുള്ള 3 ഫോഴ്സുകൾ ലൈനുകൾ കണ്ടിട്ടുണ്ടാവും, ലൈൻസ് ഓഫ് ആക്ഷൻ. ഓക്കെ, ദെൻ അപ്പോൾ F1 ആൻഡ് F2 2 ഫോഴ്സാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് അവിടുത്തെ റെഡ് ലൈന് കാണിക്കുന്നത്. ഓക്കെ, F1ൻ്റെയും F2ൻ്റെയും എഫക്റ്റ്, അതായത് റിസൾട്ടൻ്റ് ആണ് ഏത്, ആ റെഡ് ലൈന്, റിസൾട്ടൻ്റ് ഓഫ് F1 ആൻഡ് F2 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പോയിൻ്റ് അങ്ങോട്ട് നീങ്ങും അല്ലേ, അങ്ങോട്ടാണ് വലിക്കുന്നതെങ്കിൽ F1ഉം F2ൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് ആ പോയിൻ്റ് നീങ്ങാൻ തുടങ്ങും. ഓക്കെ, ഫ്രീ ആണെങ്കിൽ അത് അവിടുന്ന് നീങ്ങും റിസൾട്ടിൻ്റെ നേരെ. അപ്പോൾ അത് നീങ്ങാതിരിക്കണമെങ്കിൽ റിസൾട്ടൻറ്റിന് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതേ അളവിലുള്ള ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ കൊടുക്കുന്ന ഫോഴ്സ് റിസൾട്ടൻറ്റിന് എതിരാവുകയും തുല്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പോയിൻ്റ് എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, സന്തുലനാവസ്ഥ. അത് അവിടുന്ന് മാറില്ല. മനസ്സിലാവുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇവിടെ F1 ആൻഡ് F2 എന്നുള്ള 2 ഫോഴ്സിൻ്റെ എഫക്റ്റ് ആണ് ഏത്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആണ് ആ റെഡ് ലൈന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു റിസൾട്ടൻറ്റിൻ്റെ നേരിക്ക് അത് നീങ്ങും. ഓക്കെ, അപ്പോൾ ആ വസ്തു അപ്പോൾ ഇക്വിലിബ്രിയത്തിലല്ല. അപ്പോൾ അതിന് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ റിസൾട്ടൻറ്റിന് എതിരെ തുല്യവും വിപരീതവുമായ, അതെ മനസ്സിലാവുണ്ടോ, അതേ അളവിലും ഓപ്പോസിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കണം. അതാണ് അവിടുത്തെ ബ്ലൂ ലൈനിൽ F3 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതെന്തിനും ഈക്വൽ ആയിരിക്കും, റിസൾട്ടൻറ്റിന് ഈക്വലും ആണ്, ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റുമാണ്.
ഇപ്പോൾ എന്ത് ചെയ്യില്ല, ആ പോയിൻ്റ് അവിടെ നിന്ന് നീങ്ങില്ല, അല്ലെങ്കിൽ ആ ഒരു വസ്തു അവിടെ ഉണ്ടെങ്കിൽ ആ വസ്തു നീങ്ങില്ല. കാരണം ആ വസ്തു ഇപ്പോൾ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇക്വിലിബ്രൻ്റ്? അപ്പോൾ എന്താണ് ഇക്വിലിബ്രൻ്റ്? The equilibrium of a system of forces is the single force which keep the point in equilibrium. The equilibrium of a system of forces is the single force. അതായത് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സിംഗിൾ ഫോഴ്സ്, ഒരു ഒറ്റ ഫോഴ്സാണ്, വിച്ച് കീപ്പ് ദ പോയിൻ്റ് ഇൻ ഇക്വിലിബ്രിയം. ആ പോയിൻറ്റിനെ വിച്ച് കീപ്പ് ദ പോയിൻ്റ് ഇൻ, ആ ഒരു പോയിൻറ്റിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്തുന്ന സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത്. എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ. F1 F2ൻ്റെ റിസൾട്ടൻറ്റിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അതേ അളവിൽ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തിട്ട് ആ പോയിൻ്റ് മൊത്തം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിൻറ്റിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്തുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രൻ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. അപ്പോൾ ലോ ഓഫ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഒന്നുകൂടി നോക്കാൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ആണ് പറയുന്നത്. ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ, then the third side in reverse order represents their vector sum. ഓക്കെ, അപ്പോൾ അതിന് സിമിലർ തന്നെയാണ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. അപ്പോൾ രണ്ട് ഫോഴ്സുകളാണ്, പിക്ചർ നോക്കുക. പി ആൻഡ് ക്യൂ ആർ ദ ടു ഫോഴ്സസ്. പിയും ക്യൂവും രണ്ട് ഫോഴ്സുകളാണ്. അപ്പോൾ പിയും ക്യൂവും ആക്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിലാണ്. ബി എന്നുള്ള പിക്ചർ നോക്കുക. പിയും ക്യൂവും ഒ എന്നുള്ള പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് കാണാനാണ് നമ്മൾ ലോ ഓഫ് പാരലലോഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പോൾ പിനെയും ക്യൂനെയും ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡയഗ്രാം വരച്ചു. എന്നിട്ട് അതിനെ എന്താക്കുക, ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സാമാന്തരികം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഒരു OACB എന്നുള്ള ഒരു പാരലലോഗ്രാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. OACB മനസ്സിലാവുണ്ടാവും. ഈ തന്നിട്ടുള്ള പി എന്നുള്ള വെക്ടറും ക്യൂ എന്നുള്ള വെക്ടറും, അതായത് രണ്ട് ഫോഴ്സാണ് പി ആൻഡ് ക്യൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒ എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ആദ്യം വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റി, പാരലലോഗ്രാം ആയിട്ട് വരച്ചു. അതായത് പാരലലോഗ്രാം ആണെങ്കിൽ എതിർവശങ്ങൾ പരസ്പരം പാരലായിട്ട് വരണം. അതുകൊണ്ടാണ് OBക്കുള്ള അതേ ചെരിവ് AC-ക്കും OAക്കുള്ള അതേ ചെരിവ് ഏതിനും BC-ക്കും വരുന്നത്. അങ്ങനെ നമുക്ക് OBCA അല്ലെങ്കിൽ OACB എന്നുള്ള ഒരു പാരലലോഗ്രാം കിട്ടി. ഓക്കെ, ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണലാണ് OC. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം, OC. ഓക്കെ, ദെൻ OC എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അവയുടെ റിസൾട്ടൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഏതിൻ്റെ റിസൾട്ടൻറ്റിനെ, പിൻ്റെയും ക്യൂൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും ഏത്, ഡയഗണൽ OC. അതാണ് R എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ P ആൻഡ് Q ആർ ടു ഫോഴ്സസ് ആൻഡ് OACB ഈസ് എ പാരലലോഗ്രാം ആൻഡ് OC ഈസ് ദ ഡയഗണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ പിൻ്റെയും ക്യൂൻ്റെയും എന്തായിരിക്കും, റിസൾട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെക്റ്റർ സം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. നോക്കിക്കോളൂ. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. രണ്ട് ഫോഴ്സുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും അവയെ നമുക്ക് അടുത്തടുത്ത രണ്ട് സൈഡായിട്ട്, എന്തിൻ്റെ, പാരലലോഗ്രാമിൻ്റെ അടുത്തടുത്ത രണ്ട് സൈഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ ദ ഡയഗണൽ റെപ്രസെൻസ്, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ അവയുടെ എന്തായിരിക്കും, റിസൾട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ OCൻ്റെ ഡയറക്ഷൻ നോക്കണം, എങ്ങോട്ടാണ്, സിയിലോട്ടാണ്. ഓക്കെ,
അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ, പിയും ക്യൂവും രണ്ട് വെക്ടറാണ്. അങ്ങനെ രണ്ട് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരേ പോയിന്റിൽ നിന്ന് അയോ എന്ത് ചെയ്യും, വരയ്ക്കുന്നു, ഓ എന്നുള്ള പോയിന്റിൽ നിന്ന് വരയ്ക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഒരു പാരലലോഗ്രാം ആദ്യം കംപ്ലീറ്റ് ചെയ്യും. പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ വരയ്ക്കുക. ആ ഡയഗണൽ എന്തിന് ഈക്വലായിരിക്കും, പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്, ആർ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം ആർ ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഓക്കെ, വെക്റ്റർ പി പ്ലസ് വെക്റ്റർ ക്യൂ. ഓക്കെ, അതാണ് എന്ത്, ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം, then the diagonal represents their resultant. ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ വെച്ച് നമ്മൾ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ, അതായത് വികർണം, അവയുടെ റിസൾട്ടൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. അപ്പോൾ ലോ ഓഫ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്, അപ്പോൾ അത് മാറരുത്. ഇനി അതേപോലെ തന്നെ വെക്ടർ അഡീഷൻ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. ഓക്കെ, അത് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. വെക്ടർ അഡീഷൻ ഇൻ ദ കേസ് ഓഫ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതൊന്നുകൂടി നോക്കാം. ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ്. അടുത്തടുത്ത വശങ്ങൾ തന്നെ ആവണം, ഒന്ന് അടിയിലും ഒന്ന് മുകളിലായിട്ട് കാര്യമില്ല. രണ്ടും ആക്ട് ചെയ്യുന്ന എന്താവണം, ഒരേ പോയിന്റിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പാരലലോഗ്രാം വരയ്ക്കാം. ദെൻ ദ ഡയഗണൽ, അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്തായിരിക്കും, ദെയർ റിസൾട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അത് നമ്മൾ പഠിച്ചത് സ്കേലാർ ആൻഡ് വെക്ടർ ആണ്. സ്കേലാർ എന്ന് പറഞ്ഞാൽ ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ലൈന് വിത്ത് ആരോ ഹെഡ്. ഒരു ലൈനിൻ്റെ എൻഡിൽ എന്തുണ്ടാവും, ഒരു ആരോ ഹെഡും കൂടി ഉണ്ടാവും. അപ്പോൾ വെക്ടറിന് ഹെഡും ടെയിൽ എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളുണ്ടാവും. എ ബി ഒരു വെക്ടർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആരോ വരയ്ക്കുകയാണ്. എ ബി ഈസ് എ വെക്ടർ. ഓക്കെ, ഇനി ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീളം അതിൻ്റെ എന്താണ്, മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ആരോ എന്താണ്, അതിൻ്റെ ഡയറക്ഷനുമാണ്. ഓക്കെ, ദെൻ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ. രണ്ട് വെക്ടറുകൾ. ഓക്കെ, അപ്പോൾ അത് ഒരു പോയിൻ്റിൽ നിന്നല്ല നമ്മൾ ആക്ട് ചെയ്യുന്നത് കാണിക്കുന്നു, ഒന്നിൻ്റെ തുടർച്ചയായി റെപ്രസെൻ്റ് ചെയ്യുക. പി ആൻഡ് ക്യു ആർ റെപ്രസെൻറ്റഡ് ഇൻ സെയിം ഓർഡർ, ദെൻ ദ തേർഡ് സൈഡ് ഇൻ റിവേഴ്സ് ഓർഡർ. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ എന്തായിരിക്കും, അവയുടെ റിസൾട്ടൻ്റ് ആയിരിക്കും. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ, ദെൻ ദെയർ വെക്ടർ സം ഈസ് റെപ്രസെൻറ്റഡ് ബൈ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ പിക്ചർ നിർബന്ധമായും വരയ്ക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൺകറൻറ്റ് ഫോഴ്സസ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമുക്ക് എന്ത് പറയാം, കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയാം. ഇഫ് ദ ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ കോമൺ പോയിന്റ് ദെൻ ദേ ആർ കാൾഡ് കൺകറൻറ്റ് ഫോഴ്സസ്. ദെൻ റിസൾട്ടൻറ്റ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സുകളുടെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ ഫോഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ പിക്ചറിൽ 3 ന്യൂട്ടൻ്റെയും 4 ന്യൂട്ടൻ്റെയും എഫക്റ്റ് ആയിട്ട് നമുക്ക് 5 ന്യൂട്ടൺ എന്നുള്ള ഒരു സിംഗിൾ ഫോഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ 5 ന്യൂട്ടൺ എന്നുള്ള സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, റിസൾട്ടൻ്റ് എന്ന് പറയാം. The resultant of a number of forces is the single force which alone produces the same effect. Then equilibrant. Equilibrant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിനൊരു റിസൾട്ടൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് ഈ പോയിൻ്റ് നീങ്ങും. ആ പോയിൻ്റ് നീങ്ങാതെ നമ്മൾ അതിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ ആവശ്യമായ ഫോഴ്സ്, ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത്. The equilibrium of a system of forces is the single force which keep the point in equilibrium. Then next one is law of parallelogram of forces. അതായത് രണ്ട് ഫോഴ്സുകളാണ് ഇവിടെ പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ ആർ ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ സെയിം പോയിന്റ് ഒ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു
പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ റെപ്രസെൻറ്റ്സ് ദെയർ റിസൾട്ടൻറ്റ്. പിൻ്റെയും ക്യൂൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടെ ആർ. ഓക്കെ, ദാറ്റ് ഈസ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. ഓക്കെ, താങ്ക് യു.